നമസ്കാരം. Ibps Clerk 2020 Preliminary and Main Exam വേണ്ടിയുള്ള നമ്മുടെ ആദ്യത്തെ ക്ലാസ്സാണിത്. അപ്പം നമുക്കറിയാം Ibps ക്ലറിക്കൽ പോസ്റ്റിൽ പ്രിലിമിനറി പരീക്ഷയിൽ ഇംഗ്ലീഷിൽ നിന്നും 30 മാർക്കും അതുപോലെ തന്നെ മെയിൻ എക്സാമിന് വേണ്ടി 40 മാർക്കും ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇപ്പം ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ വരിക പാരാജമ്പിൾസ്, കോംപ്രിഹെൻഷൻ, ക്ലോസ് ടെസ്റ്റ്, ഫില്ലേഴ്സ്, ഇൻഫറൻസ്, അങ്ങനെ പല ഭാഗങ്ങളുണ്ട്. അതിൽ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ക്ലോസ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട ക്ലോസ് ടെസ്റ്റ് എന്ന് പറയുന്ന പോർഷനിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി രഞ്ജിത്സ് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. നോക്ക്, ക്ലോസ് ടെസ്റ്റ് എന്താണ്? ക്ലോസ് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ഒരു ചോദ്യം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്ക് ഇതുപോലെ ഒരു പാസേജ് തരും. ആ പാസേജിൽ ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യും? ബ്ലാങ്ക് ഉണ്ടാവും. എന്നുവെച്ചാൽ അത് റിമൂവ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അവിടെ ആ ഭാഗം. അതിൻ്റെ ഓപ്ഷൻസ്, അവിടെ വരേണ്ട വാക്ക് ഉൾപ്പെടെയുള്ള ഓപ്ഷൻസ് നമുക്ക് തരും. അതിൽ നമ്മൾ കറക്റ്റ് ഫില്ല് ചെയ്യുക, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഫില്ല് ചെയ്യുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനൊരു ചോദ്യം നമുക്ക് തെറ്റാതെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഗ്രാമറിലും വൊക്കാബുലറിയിലും നല്ല പരിജ്ഞാനം, നല്ല പ്രൊഫഷ്യൻസി ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് വെറും ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആണ് എന്ന് ധരിച്ചുകൊണ്ട് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പാടില്ല. കാരണം ഇങ്ങനൊരു ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗ്രാമർ എന്ന് പറയുമ്പോൾ ഗ്രാമറിൽ തന്നെ അനേകം പോർഷൻസ് ഉണ്ട്. ടെൻസുമായി ബന്ധപ്പെട്ട് വരാം, പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട് വരാം. ഓക്കെ, അല്ല വൊക്കാബുലറി വരുമ്പോൾ വൊക്കാബുലറി എന്ന് പറയുമ്പോൾ സിനോണിംസും ആന്റോണിംസും അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഓരോ വാക്കിൻ്റെ അർത്ഥം, ഓപ്ഷനിൽ വരുന്ന വാക്കിൻ്റെ അർത്ഥം, അവിടെ പാസേജിൽ വരുന്ന വാക്കുകളുടെ അർത്ഥം, ഇതൊക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചോദ്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം എന്തായാലും നമുക്ക് ക്ലോസ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്തു നോക്കാം. The scenario dash dramatically today. We have the dash of powerful internet monopolies that are much bigger dash the telcos. Not surprisingly, these companies now see the dash of monopoly. They would like to combine with telcos to create monopolies for their platforms, ensuring that they control the future of the internet and freeze their competition dash. ഇങ്ങനെ ഒരു പാസേജാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെ 1, 2, 3, 4, 5 എന്നിങ്ങനെ ബ്ലാങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ബ്ലാങ്കിൽ വരേണ്ട ഓപ്ഷൻസ് ആണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. 1, 2, 3, 4, 5 എന്ന്. നമ്മൾ ഈ ആദ്യത്തെ സെന്റൻസിനെ പരിഗണിക്കുമ്പോൾ നമുക്ക് കാര്യം പിടികിട്ടി ഇതെന്താണ്, ടെൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണെന്ന് മനസ്സിലായി. കാരണം എന്താ, ഇവിടെ തന്നിരിക്കുന്ന എല്ലാം എന്താ, വെർബ് ഫോംസ് ആണ്. ചേഞ്ച് എന്ന് പറയുന്നതും ഹാഡ് ചേഞ്ച് എന്ന് പറയുന്നതും ഹാസ് ചേഞ്ച് എന്ന് പറയുന്നതും ചേഞ്ചിങ് എന്ന് പറയുന്നത് എന്താണ്, വെർബ് ഫോംസ് ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ വെർബ് ഫോംസ്, അതായത് ക്രിയാരൂപങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം ആ ഭാഗം ഏത് പോർഷനുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ടെൻസ് എന്ന് പറയുന്ന പോർഷനുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് നമുക്ക് മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ടെൻസുമായി ബന്ധപ്പെട്ട് ചോദ്യം വരുമ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ എഴുതണമെങ്കിൽ നമ്മൾ എന്തിനെ ആശ്രയിക്കണം? ആ തന്നിരിക്കുന്ന സെന്റൻസിലെ ടൈമിംഗ് വേർഡിനെ ആശ്രയിക്കണം. ഈ സെന്റൻസ് നോക്കുമ്പോൾ ഇവിടെ ഒരു ടൈമിംഗ് വേർഡ് ഉണ്ട്. ഏതാണ്? ടുഡേ എന്ന് പറയുന്നത്. ഇതാണ് ടുഡേ. ടുഡേ എന്ന് പറയുന്ന ടൈമിംഗ് വേർഡ് ഏത് ടെൻസിന്റെ ടൈമിംഗ് വേർഡാണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ടൈമിംഗ് വേർഡാണ്. ഓക്കെ,
ടുഡേ എന്ന് പറയുന്നത് ഏത് ടെൻസിൻ്റെ ആണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ടൈമിംഗ് വേർഡാണ് ടുഡേ. അപ്പം ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉണ്ടോ എന്ന് നോക്കുക. നോക്കുമ്പോൾ ചേഞ്ച് സിമ്പിൾ പ്രസന്റ്, ഹാഡ് ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ്. ഹാസ് ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ചേഞ്ചിങ് എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ചൊരു ടെൻസ് ഫോം ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ 3 ഓപ്ഷൻസ് ആണ് ടെൻസ് ഫോം ഉള്ളത്. ചേഞ്ച് സിമ്പിൾ പ്രസന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഹാഡ് ചേഞ്ച്ഡ് എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റും. ഹാസ് ചേഞ്ച്ഡ് പ്രസന്റ് പെർഫെക്റ്റ്. നമുക്കിവിടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് വേണ്ടതെന്ന് നമ്മൾ കണ്ടെത്തി. എന്തിലൂടെ? ടുഡേ എന്ന് പറയുന്ന ടൈമിംഗ് വേർഡിലൂടെ നമുക്ക് മനസ്സിലായി. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഈ പ്രസന്റ് പെർഫെക്റ്റിലുള്ള ഹാസ് ചേഞ്ച്ഡ് എന്ന് പറയുന്ന സി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അപ്പം അങ്ങനെ വരും, ദി സിനാരിയോ ഹാസ് ചേഞ്ച്ഡ് ഡ്രമാറ്റിക്കലി ടുഡേ. ഇനി അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം. വി ഹാവ് ദ ഡാഷ് ഓഫ് പവർഫുൾ ഇന്റർനെറ്റ് മോണോപ്പൊളീസ് that are much bigger dash the telecos എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ഈ പറയുന്ന സെന്റൻസിൽ 2 എന്താണ്? ബ്ലാങ്ക് ഉണ്ട്. നമുക്ക് ആദ്യത്തെ ബ്ലാങ്കിനെ പരിഗണിക്കാം. അവിടെ വന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? എമർജിങ്, എമർജ്, എമർജൻസ്, എമർജൻസി എന്നാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഭാഗം ഏത് പോർഷനുമായി ബന്ധപ്പെട്ടാണ് നമുക്കൊന്ന് തീരുമാനിക്കാം. അത് ടെൻസുമായി ബന്ധപ്പെട്ടതാണോ, പ്രിപ്പോസിഷൻസുമായി ബന്ധപ്പെട്ടതാണോ, പാർട്സ് ഓഫ് സ്പീച്ചുമായി ബന്ധപ്പെട്ടതാണോ? ഓക്കെ, അപ്പോൾ അങ്ങനെ ഏതാണെന്ന് നമുക്ക് നോക്കാം. അത് നമ്മൾ നോക്കുന്ന എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയ ഈ ബ്ലാങ്കിന് ശേഷമുള്ള ഭാഗം ഓഫ് എന്ന് വന്നു കഴിഞ്ഞാൽ, ഓക്കെ, ഈ ബ്ലാങ്കിന് ശേഷം ഓഫ് എന്ന് വന്നു കഴിഞ്ഞാൽ ആ ബ്ലാങ്കിൽ വരേണ്ടത് എന്തായിരിക്കണം? ഒരു നൗൺ ഫോം ആയിരിക്കണം. എന്തായിരിക്കണം? ഒരു നൗൺ ഫോം ആയിരിക്കണം വരേണ്ടത്. നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, ആഡ്വർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇന്റർജെക്ഷൻ എന്നൊക്കെ പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് രണ്ടാമത് തന്നിരിക്കുന്ന സെന്റൻസിന്റെ ഫസ്റ്റ് ബ്ലാങ്ക്, രണ്ടാമത്തെ സെന്റൻസിന്റെ ഫസ്റ്റ് ബ്ലാങ്ക്, അവിടെ ഏത് പോർഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് വന്നിരിക്കുന്നത്? പാർട്സ് ഓഫ് സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് വന്നിരിക്കുന്നത്. അവിടെ ഈ ഓഫ് വന്നതുകൊണ്ട് പാർട്സ് ഓഫ് സ്പീച്ചിലെ നൗൺ ആണ് വരേണ്ടത് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ രണ്ടാമത്തെ ഓപ്ഷനിലെ നൗൺ ഫോമിൽ നിൽക്കുന്നത് ഏതാണെന്ന് മാത്രം നോക്കിയാൽ മതി. എമർജിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വെർബ് ഫോമാണ്. എമർജും എന്താണ്? വെർബ് ഫോമാണ്. ഇതിൽ നൗൺ ഫോമായിട്ട് വന്നിരിക്കുന്ന ഏതൊക്കെയാണ്? എമർജൻസും എമർജൻസി. എമർജൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഉദയം അല്ലെങ്കിൽ ആവിർഭാവം അല്ലെങ്കിൽ ആരംഭം എന്നൊക്കെ നമുക്ക് പറയാം. എമർജൻസ്. എമർജൻസിയുടെ നമുക്ക് അർത്ഥം അറിയാം എന്താ? അടിയന്തരാവസ്ഥ എന്നാണ് എമർജൻസി. ഇവിടെ ആവിർഭാവം എന്നാണോ അർത്ഥം വരേണ്ടത്, അല്ലെങ്കിൽ ഉദയം എന്നാണോ അർത്ഥം വരേണ്ടത്, അതോ അടിയന്തരാവസ്ഥയാണോ അർത്ഥം വരേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അത് നോക്കുന്നത് എങ്ങനെയാണ്? ഇവിടുത്തെ സെന്റൻസ് വായിച്ച് നോക്കിയാൽ നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ എന്താ പറയുന്നത്? വി ഹാവ് ദ ഡാഷ് ഓഫ് പവർഫുൾ ഇന്റർനെറ്റ് മോണോപ്പൊളീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കുണ്ട്, അതായത് നമ്മൾ അനുഭവിക്കുന്നുണ്ട്, നമ്മൾ അടുത്തറിയുന്നുണ്ട്. എന്ത്? പവർഫുൾ ഇന്റർനെറ്റ് മോണോപ്പൊളിയുടെ, ശക്തമായ ഇന്റർനെറ്റ് കുത്തകയുടെ ആവിർഭാവം അല്ലെങ്കിൽ ഉദയം എന്നാണ് പറയുന്നത്. അങ്ങനെ ആവിർഭാവം, ഉദയം എന്നാണ് ഇവിടെ വരേണ്ടത്. ആ അർത്ഥം നൽകുന്ന ഏതിനാണ്? എമർജൻസിനാണ്. അതാണ് എമർജൻസ്. അങ്ങനെയാകുമ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ആൻസർ വരിക എന്തായിരിക്കും? ഈ എമർജൻസ് എന്ന് പറയുന്ന വാക്കായിരിക്കും ഇവിടെ വരേണ്ടത്. അപ്പൊ എങ്ങനെ വരും? വി ഹാവ് ദ എമർജൻസ് ഓഫ് പവർഫുൾ ഇന്റർനെറ്റ് മോണോപ്പൊളീസ് ദാറ്റ് ആർ മച്ച് ബിഗർ ഡാഷ് ദ ടെൽക്കോസ്. ടെൽക്കോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെലികോം കമ്പനീസ് എന്നാണ്. ടെൽക്കോസ് ടെലികോം കമ്പനീസിനേക്കാളും വലിയ കുത്തകളാണ് ഈ ഇന്റർനെറ്റ് മോണോപ്പൊളീസ് എന്ന് പറയുന്നത്. ബിഗർ. ഇനി ഇവിടെ നോക്കാം, മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം.
ഇവിടെ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്? ദെന്നും ദാനും ടൂവും ഓഫും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ബിഗ്ഗർ എന്ന് വെച്ചാൽ എന്തുവാ? കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ നാപ്കിൻ തുമ്പത്ത് അതിൻ്റെ ആൻസർ വന്നിട്ടുണ്ട്. കാരണം ബിഗ്ഗർ, ടോളർ, സ്മോളർ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തേ വരാവൂ? ദാനാണ് വരേണ്ടത്. അതായത് കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് ശേഷം പിന്നെ വരേണ്ടത് എന്താണ്? ദാനാണ്. അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ദാനായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സെൻറ്റൻസ് ഓക്കെ. എങ്ങനെയാ? വി ഹാവ് ദ എമർജൻസ് ഓഫ് പവർഫുൾ ഇന്റർനെറ്റ് മോണോപ്പൊളീസ്. നമുക്ക് എന്തുണ്ട്? ശക്തമായിട്ടുള്ള ഇന്റർനെറ്റ് കുത്തകകളുടെ എന്താണ് എമർജൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന എമർജൻസ്, അതിൻ്റെ ആവിർഭാവം, അതിൻ്റെ ഉദയം നമ്മൾ കാണുകയാണ്. അത് എന്തിനേക്കാൾ ബിഗറാണ്? ഈ ടെലികോം കമ്പനിയേക്കാൾ ബിഗറാണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഓക്കെ, രണ്ടാമത്തെ സെൻറ്റൻസ് ഓക്കെ. ഇനി മൂന്നാമത്തെ സെൻറ്റൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. അവിടെയാണ് ഈ നാലാമത്തെ ഈ ഓപ്ഷൻ വരേണ്ടത്. ഇവിടെ ഓഫ് വന്നിട്ടുണ്ട്. ഓഫിന് തൊട്ട് മുമ്പ് വരേണ്ട ഭാഗമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ഓഫ് വന്നു കഴിഞ്ഞാൽ ഓഫിന് തൊട്ട് മുമ്പ് വരേണ്ടത് എന്തായിരിക്കണം? നൗൺ ഫോം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതും പാർട്സ് ഓഫ് സ്പീച്ചുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ നോക്കാം, നാലാമത്തെ ഭാഗം നമുക്ക് നോക്കുമ്പോൾ വെർച്യൂസ്, അത് നൗൺ ഫോമാണ്. റെസ്പെക്റ്റബിലിറ്റി, ഇത് നൗൺ ഫോമാണ്. ട്രസ്റ്റ്, ഇത് നൗൺ ഫോമാണ്. ഇന്നസെൻസ്, ഇത് നൗൺ ഫോമാണ്. ഇവിടുത്തെ ഉദ്ദേശിക്കുന്നത് നോട്ട് സർപ്രൈസിംഗ്ലി ദീസ് കമ്പനീസ്, ഈ ടെലികോം കമ്പനീസ് ടെലികോം കമ്പനീസിനേക്കാളും പവർഫുൾ ആണ് ഇന്റർനെറ്റ് മോണോപ്പൊളീസ് നമ്മൾ പറഞ്ഞു, ആ കുത്തകളെന്ന് പറഞ്ഞു. എങ്കിൽ പോലും ഈ പറയുന്ന കമ്പനീസ്, ടെലികോം കമ്പനീസ് നൗ സീ, ഇപ്പോൾ കാണുന്നു എന്തിൻ്റെ ഗുണങ്ങളെ, അതായത് നല്ല വശങ്ങളെ, ഈ പറയുന്ന കുത്തകയുടെ നല്ല വശങ്ങളെ, നന്മകളെ അവർ നോക്കിക്കാണുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഗുണങ്ങളെ, ഇപ്പോൾ ഗുണങ്ങൾ, നന്മകൾ എന്നൊക്കെ വരണമെങ്കിൽ ഏതായിരിക്കണം വരേണ്ടത്? വെർച്യൂസ് ആയിരിക്കണം വരേണ്ടത്. അതാണ് വെർച്യൂസ്. അങ്ങനെ നമ്മളിവിടെ കറക്റ്റ് ആൻസർ എന്തായിരിക്കണം? വെർച്യൂസ് ആണ് ഇവിടെ വരേണ്ടത്. ഇനി നമുക്ക് ലാസ്റ്റ് പാർട്ടിലേക്ക് വരാം. എന്താ ലാസ്റ്റ് പാർട്ട് പറയുന്നത്? ദേ വുഡ് ലൈക്ക് ടു കമ്പൈൻ വിത്ത് ടെൽകോസ് ടു ക്രിയേറ്റ് മോണോപ്പൊളീസ് ഫോർ ദെയർ പ്ലാറ്റ്ഫോംസ്, ensuring that they control the future of the internet and freeze their competition dash എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഈ പറയുന്ന കുത്തകൾ അവരെന്താ ആഗ്രഹിക്കും? ദേ വുഡ് ലൈക്ക് ടു കമ്പൈൻ. വുഡ് ലൈക്ക് എന്ന് വെച്ചാൽ എന്താ? ആഗ്രഹിക്കുക എന്നർത്ഥം. അപ്പൊ ദേ വുഡ് ലൈക്ക് ടു കമ്പൈൻ, അവരാഗ്രഹിക്കുന്നു യോജിക്കുവാൻ, കമ്പൈൻ ചെയ്യുവാൻ. എന്തുമായിട്ട്? ഈ ടെൽകോസുമായിട്ട്, ഇവിടെയുള്ള ടെലികോം കമ്പനികളുമായിട്ട് യോജിച്ചു പോകാൻ അവർ ആഗ്രഹിക്കുന്നു. എന്തിനു വേണ്ടി? ടു ക്രിയേറ്റ് മോണോപ്പൊളീസ് ഫോർ ദെയർ പ്ലാറ്റ്ഫോംസ്, അല്ലെങ്കിൽ അവരുടെ കുത്തകയെ സ്ഥാപിക്കുവാൻ വേണ്ടി. ഈ പറയുന്ന ടെലികോം കമ്പനിയുമായിട്ട് ഒത്തുചേർന്ന് പോകാൻ അവർ ആഗ്രഹിക്കുന്നു. എൻഷുറിങ് ദാറ്റ്, എന്തുറപ്പ് വരുത്തിക്കൊണ്ട് ഈ പറയപ്പെടുന്ന രണ്ടുപേരും കൂടെ ചേർന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മൊണോപ്പൊളി കൺട്രോൾ ചെയ്യുമെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട്. എന്തിനെ? ദ ഫ്യൂച്ചർ ഓഫ് ദ ഇന്റർനെറ്റിന്റെ ഭാവി, ആൻഡ് ഫ്രീസ് ദർ കോമ്പറ്റീഷൻ ഡാഷ്, എന്നിട്ട് അവരുടെ മത്സരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അവർ ആഗ്രഹിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇല്ലാതാക്കുക എന്നൊരർത്ഥമാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ ഈ അഞ്ചാമത്തെ ഭാഗത്താണ് ഇനി വരേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ എന്താ കൊടുത്തിട്ടുണ്ട്? ഓഫ് കൊടുത്തിട്ടുണ്ട്, എബൌട്ട് കൊടുത്തിട്ടുണ്ട്, ഇന്ന് കൊടുത്തിട്ടുണ്ട്, ഔട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഇല്ലാതാക്കുക എന്നൊരു അർത്ഥമാണ്, അല്ലെങ്കിൽ മാറ്റി നിർത്തുക, ഇല്ലാതാക്കുക എന്നാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ ഫ്രീസ് എന്ന് പറയുന്ന വെർബിനോട് കൂടി ഏത് പ്രിപ്പോസിഷൻ വരുമ്പോഴാണ് അങ്ങനെ ഒരു അർത്ഥം വരിക? അത് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കി ഫ്രീസ് എന്ന് വെച്ചാൽ എന്താ? ഒരു വെർബാണ്. ആ വെർബിന് ശേഷം ഒരു പ്രിപ്പോസിഷൻ വരണമെങ്കിൽ, ഒരു വെർബിനോടൊപ്പം ഒരു പ്രിപ്പോസിഷനും കൂടെ വന്നാലേ ഇവിടെ അർത്ഥം പൂർണ്ണമാകുകയുള്ളൂ. എങ്കിൽ ആ ചോദ്യം എന്തുമായി ബന്ധപ്പെട്ടതായിരിക്കും? ഫ്രേസൽ വെർബുമായി ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും. നമുക്കറിയാം ഫ്രേസൽ വെർബ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു വെർബ് അതിനുശേഷം ഒരു പ്രിപ്പോസിഷൻ, അങ്ങനെ ചേർന്ന് വരുന്ന കോമ്പിനേഷനെ നമ്മൾ ഫ്രേസൽ വെർബ് എന്ന് പറയും. അങ്ങനെ വരുമ്പോൾ അതിന് പ്രത്യക്ഷമായിട്ടൊരു അർത്ഥം ഉണ്ടെങ്കിലും ആ അർത്ഥമല്ല നമ്മൾ എടുക്കേണ്ടത്, അതിനകത്തുള്ള ഹിഡൻ മീനിങ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒക്കെ ഫ്രീസിന്റെ കൂടെ ഏത് പ്രിപ്പോസിഷൻ വരുമ്പോഴാണ് ഇല്ലാതാക്കുക അല്ലെങ്കിൽ തടഞ്ഞു നിർത്തുക എന്നൊരർത്ഥം വരിക? അതേതായിരിക്കും? ഫ്രീസ് ഔട്ട് എന്നാണ്. അതാണ് ഫ്രീസ് ഔട്ട്.
ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇല്ലാതാക്കുക, തടഞ്ഞു നിർത്തുക എന്നർത്ഥം വരുന്നു. അപ്പോൾ ഇവിടെ അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ക്ലാസ്സിൽ ഈ ഒരു പാരഗ്രാഫുമായി ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തു. ഇത് ഏത് പോർഷനിൽ പെടുന്ന ഒരു ചോദ്യമാണ്? ക്ലോസ് ടെസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പം ഇതുപോലെ ആയിരിക്കണം നമ്മൾ ഇനി പരീക്ഷയിൽ ക്ലോസ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ ചെയ്യേണ്ടത്. കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക, അവിടെ വരേണ്ടത് എന്താണ് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഓപ്ഷൻസിനെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. നമ്മുടെ ഓപ്ഷൻസിൽ വെർബ്സുകളാണ്, മൊത്തം ക്രിയകളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് ടെൻസ് ഫോമുമായി ബന്ധപ്പെട്ട ടോപ്പിക്കായിരിക്കും. പിന്നെ നമ്മുടെ ചോദ്യത്തിൽ ഓഫ് വന്നു കഴിഞ്ഞാൽ അതിന് തൊട്ട് മുമ്പാണ് ബ്ലാങ്ക് വരുന്നതെങ്കിൽ അത് നൗണുമായി ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും. ഇനി ഇതുപോലെ കമ്പാരിറ്റീവ് ഡിഗ്രി വരികയാണെങ്കിൽ അതിനുശേഷം വരേണ്ടത് ദാൻ ആയിരിക്കണം. ഓക്കെ. പിന്നെ ഇതുപോലെ വെർബ് വന്നിട്ട് അതിനുശേഷം ഒരു പ്രപ്പോസിഷനുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ അതെന്തായിരിക്കും? ഫ്രേസൽ വെർബുമായി ബന്ധപ്പെട്ട ടോപ്പിക്കായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയായിരിക്കും നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യേണ്ടത്. അതായത് ഇങ്ങനൊരു ചോദ്യം ചെയ്യണമെങ്കിൽ നമ്മൾ ഗ്രാമറിനെ കുറിച്ചും അതുപോലെ വൊക്കാബുലറിയെ കുറിച്ചും ആഴത്തിൽ ഒരു ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനൊരു ചോദ്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു വെച്ചുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യുവാൻ. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.